ക്യൂസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വായനാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ക്യൂസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള മാതൃകാ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വീഡിയോയുടെ 4ാം ഭാഗമാണ്. ആദ്യ വീഡിയോയുടെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം: വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക ആരുടെ മഹത്തായ സന്ദേശമാണ്? PN പണിക്കർ. വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞതാര്? കുഞ്ഞുണ്ണി മാഷ്. PN പണിക്കർ ജന്മനാട്ടിൽ ആരംഭിച്ച വായനശാലയുടെ പേര്? സനാതനധർമ്മം. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? റെഡ് ബുക്ക്. ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര്? സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ദേശസേവിനി ഗ്രാമീണ വായനശാല. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? SR രംഗനാഥൻ. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാര തുക എത്രയാണ്? 5 ലക്ഷം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? KG ശങ്കരപ്പിള്ള. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? തൃശൂർ. കേരള സാഹിത്യ അക്കാദമി എന്നാണ് നിലവിൽ വന്നത്? 1956 ഒക്ടോബർ 15. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആര്? സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം? സാഹിത്യലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഗ്രന്ഥാലോകം. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഗ്രീക്ക് സാഹിത്യം. സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉറുദു ഭാഷ. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ എത്ര എണ്ണമാണ്? 6. ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ? തമിഴ്. ലോക്സഭാംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ്? SK പൊറ്റക്കാട്. ഉപ്പ് എന്ന കൃതിയുടെ രചയിതാവാര്? ONV കുറുപ്പ്. തോപ്പിൽ ഭാസി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഭാസ്കരൻ പിള്ള. ആൽക്കമിസ്റ്റ് ആരുടെ കൃതിയാണ്? പൗലോ കൊയ്ലോ. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന കൃതിയുടെ രചയിതാവ്? M മുകുന്ദൻ. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത്? ക്രൂപ്സ്കായ അവാർഡ്. നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് ആര്? മാധവിക്കുട്ടി. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര്?
വള്ളത്തോൾ നാരായണ മേനോൻ. കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? മിതവാദി. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏത്? വിശുദ്ധ ഖുർആൻ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? അബ്ദുൽ കലാം ആസാദ്. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവലായ ഭാസ്കരൻ മേനോൻ എഴുതിയത് ആരാണ്? അപ്പൻ തമ്പുരാൻ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? പാറമേക്കൽ തോമാ കത്തനാർ. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആര്? കെ.പി. കേശവമേനോൻ. അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചത് ആരാണ്? മാക്സിം ഗോർക്കി. ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം? പുറക്കാട്. കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി.